ന്യൂസ് 18 സമഗ്ര കവറേജിലേക്കാണ് കടക്കുന്നത്. ദേശീയപാത അപകടത്തിൽ. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണതടക്കം നിർമ്മാണത്തിലെ വീഴ്ച അന്വേഷിക്കാൻ 3-അംഗ സംഘം ഉടൻ സംസ്ഥാനത്തെത്തും. ഡൽഹി IIT പ്രൊഫസർ KR റാവുവിന്റെ നേതൃത്വത്തിലാണ് സമിതി. കൂരിയാട്ടെ നിർമ്മാണ വീഴ്ചയിൽ കരാർ കമ്പനിയായ KNR കൺസ്ട്രക്ഷൻസിനെ ഡീബാർ ചെയ്തിരുന്നു. അതേസമയം കൂരിയാട് മേൽപ്പാലം വേണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. നിർമ്മാണ അപാകതയിൽ ദേശീയപാത അതോറിറ്റി ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. CV അൻമോദ് മലപ്പുറത്ത് നിന്നും നവമി ദിനേശ് കൊച്ചിയിൽ നിന്നും നമുക്കൊപ്പം ചേരും. ആദ്യം CV അൻമോദിലേക്കാണ് പോകുന്നത്. CV അൻമോദ്, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം എത്രത്തോളം വലിയ ആശങ്കയിലാണ് കൂരിയാട് ജനത ഉള്ളത് എന്നുള്ളത്. അവരുടെ കിടപ്പാടം പോലും വളരെ ദുർഘടമായ അവസ്ഥയിലാണ് ഉള്ളത്. എത്രയും പെട്ടെന്ന് ഒരു നടപടി വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. നമുക്കറിയാം മഴ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. മഴ ഇപ്പോഴും ശക്തമായി പെയ്യുന്നു. കാലവർഷം 2 ദിവസത്തിനകം എത്തിക്കഴിഞ്ഞാൽ എന്താകും അവിടുത്തെ അവസ്ഥ എന്നുള്ളതാണ്. ഇപ്പോൾ വിദഗ്ധ സംഘം എത്തുകയാണ്. IIT പ്രൊഫസർ അടങ്ങുന്ന സംഘം. ഇന്നലെ ഹൈടെക് സംഘമൊക്കെ അവിടെ പരിശോധന നടത്തുകയും വിലയിരുത്തൽ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എങ്ങനെയാണ് അവിടുത്തെ പ്രദേശവാസികളൊക്കെ ഇതിനോട് പ്രതികരിക്കുന്നത്? മേൽപ്പാലം വേണമെന്ന ആവശ്യത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയല്ലേ? ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ കുരിയാട് ഈ ഹൈവേ ഇടിഞ്ഞ് ദുരന്തമുണ്ടായതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങളൊക്കെ. ആ മേഖലയിലുള്ള ആളുകളും ജനപ്രതിനിധികളെല്ലാം ഒന്നാകെ പറയുന്നത് ഒരു ഭൂഘടന, ആ പ്രദേശത്തിന്റെ ഭൂഘടന മനസ്സിലാക്കാതെ ഒരു നിർമ്മാണം നടത്തിയതാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നാണ്. അവിടെ ഇന്നലെ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. പ്രതിഷേധത്തിൽ MLA-മാരെല്ലാം തന്നെ ഒന്നടങ്കം പറഞ്ഞ ഒരു കാര്യം, അവിടെ ഒരു പാലം മാത്രമാണ് ഇനി ശാശ്വതമായിട്ടൊരു പരിഹാരം. അതല്ലാത്ത ഏതൊരു നിർമ്മാണ സാഹചര്യങ്ങളെയും ഞങ്ങൾ എതിർക്കുമെന്ന്, അത് പ്രതിരോധിക്കുമെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ ജനങ്ങൾക്ക് അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ആളുകൾക്ക് അതിൽ പറയുമ്പോൾ ആധികാരികമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ കഴിയും. അത് എത്രമാത്രം അതിൽ വാസ്തവമുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഈ അപകടം ഉണ്ടായത്. അപ്പോൾ ഇന്നിപ്പോൾ കേന്ദ്ര സംഘത്തിന്റെ ഒരു സന്ദർശനമാണ് ഇനി ഇതിൽ പ്രധാനമായിട്ടുള്ളത്. എപ്പോഴെത്തുമെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഇന്നോ നാളെയോ എന്ന തരത്തിലാണ് നമുക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തും മറ്റു ഈ ഒരു മേഖലയിലുള്ള വിദഗ്ധരുടെ ഭാഗത്തു നമുക്ക് കിട്ടുന്ന മറുപടി. എപ്പോഴെത്തുമെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ ഇനി എന്ത് എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ സമയമേറെ എടുക്കരുത് എന്ന ആവശ്യമാണ് ഉയരുന്നത്. നിലവിൽ തന്നെ ഈ മേഖലയിലെ ആളുകളൊക്കെ വലിയ ആശങ്കയിലാണ്. ആ മേഖലയിൽ താമസിക്കുന്നവർ മാത്രമാണ് അതുവഴി കടന്നു പോകുന്നവർ. മാത്രമല്ല ഇത് ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ടാണ് പലരും കാണുന്നത്. മഴ വരുന്നതിന് മുൻപാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. മഴക്കാലം വന്നാൽ പലയിടത്തും സാഹചര്യങ്ങൾ എങ്ങനെയാകുമെന്ന് പറയാനാകില്ല എന്നൊരു ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം മനസ്സിലാക്കി അതിന് ഈ ഒരു കൃത്യമായ സൊല്യൂഷൻ കാലതാമസം കൂടാതെ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇനി മുൻപിലുള്ള ഒരു വഴി. കഴിഞ്ഞ ദിവസം NHA നിയോഗിച്ച വിദഗ്ധ സംഘവും അവിടെ മണ്ണിന് മുകളിൽ വന്ന കൂടിയ ഭാരം താങ്ങാൻ കഴിയാതെ തെന്നി നീങ്ങിയതാകണം ഈ ഒരു അപകടത്തിലേക്ക് വഴിയൊരുക്കിയതെന്ന ഒരു വിലയിരുത്തലാണ് അവരും പ്രാഥമികമായിട്ട് നടത്തിയിട്ടുള്ളത്. അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ളതേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ അതും സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ളൊരു സൊല്യൂഷൻ അത് കാലതാമസം കൂടാതെ അത് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. അപ്പോൾ പ്രതിഷേധങ്ങളൊക്കെ പുരോഗമിക്കുമ്പോഴും ഇതിന് ഈ ഒരു മേഖലയിൽ ഒരു വയഡക്റ്റ് പാലം നിർമ്മിച്ച് ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം കാണുക എന്നൊരാവശ്യമാണ് പ്രതിഷേധക്കാരെല്ലാം, അല്ലെങ്കിൽ മേഖലയിലുള്ളവരും ജനപ്രതികളെല്ലാം ഒരുപോലെ തന്നെ ഉന്നയിക്കുന്നത്. അത് വിദഗ്ധ സമിതി എത്രമാത്രം അംഗീകരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനും അതുപോലെ കേന്ദ്ര സംഘത്തിൻ്റെ സന്ദർശനത്തിനുമായിട്ടാണ് ഇനി ഈ ഒരു പ്രധാനപ്പെട്ട കാത്തിരിപ്പ്. അത് എന്നുണ്ടാകും, ഈ IIT വിദഗ്ധർ എന്നെത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്നിരുന്നാൽ തന്നെയും വിദഗ്ധ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ട് ആ മേഖലയിലെ മണ്ണിൻ്റെ ബലക്ഷയത്തെക്കുറിച്ചാണ് എന്നുള്ളത്. ഈ ഒരു KNR കൺസ്ട്രക്ഷൻസിനെ ഡീബാർ ചെയ്തുകൊണ്ടുള്ള കേന്ദ്ര തീരുമാനം കൂടി ഒരുമിച്ച് വരുന്നതോടെ വന്ന സാഹചര്യത്തിൽ ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് പ്രദേശവാസികൾക്കും എല്ലാവർക്കും തന്നെ ഉള്ളത്. ഇതിൽ ഈ ഒരു വയഡക്റ്റ് പാലം ഇവിടെ വരുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി കണ്ടറിയേണ്ടത്. തീർച്ചയായും അനുമോദ് തുടരുക. നവമി ദിനേശ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നവമി, ദേശീയപാത അതോറിറ്റി ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുകയാണ്.
ഈ മണ്ണിനെയും മഴയും ഒക്കെ കുറ്റം പറഞ്ഞ് മാത്രമുള്ള ഒരു റിപ്പോർട്ടാകുമോ, അതോ നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് പോലെ ഇത്തരത്തിൽ കരാർ കമ്പനി തന്നെ വീഴ്ച സംബന്ധിച്ച ഒരു സാഹചര്യമുണ്ട്. കരാർ കമ്പനിക്ക് ഈ നിർമ്മാണത്തിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്, അതുകൂടി മെൻഷൻ ചെയ്യുന്ന ഒരു റിപ്പോർട്ടാകുമോ ഇന്ന് സമർപ്പിക്കുക? ആര്യ, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം ഈ ദേശീയപാത വികസനത്തോടനുബന്ധിച്ചുണ്ടായ വിവാദങ്ങളും വിള്ളലുകളുമൊക്കെ ഇതിനോടനുബന്ധിച്ചായിരുന്നു ഹൈക്കോടതി NHAIയുടെ വിശദീകരണം ആവശ്യപ്പെട്ടത്. ഇത് പ്രധാനമായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. കൊച്ചിയിലെ റോഡുകളുടെ അപാകതയും അല്ലെങ്കിൽ വെള്ളക്കെട്ടും ഒക്കെ പരിഗണിക്കുന്ന ബെഞ്ചാണ് ഈ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റേത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ഹർജി പരിഗണിക്കുന്ന വേളയിലാണ് ദേശീയപാതയിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊരു ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ഇതിന്റെ ഒരു വിശദീകരണം NHAIയോട് ആവശ്യപ്പെടുകയും ചെയ്തത്. കാരണം ജനങ്ങളുടെ ജീവനാണ്, അതിന് വലിയൊരു അപകടം സംഭവിക്കുന്ന രീതിയിലേക്കാണോ NHAIയുടെ പണി നീങ്ങുന്നതെന്നൊരു ആശങ്ക കൂടി ഹൈക്കോടതി പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിശദീകരണം ആവശ്യപ്പെട്ടത്. എന്തായാലും NHAI ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഈ വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് എത്തും. ഇന്ന് നടക്കുന്ന പരിപാടികളടക്കം നൽകിക്കൊണ്ടുള്ള ഒരു വിശദീകരണമായിരിക്കും കോടതിയിൽ സമർപ്പിക്കുക എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതോടൊപ്പം ഈ കരാർ കമ്പനിക്കെതിരെ എടുത്ത നടപടിയും ഇന്ന് കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഉണ്ടായ സാഹചര്യം എന്താണ്? അങ്ങനെ ഒരു വിള്ളലുണ്ടായി അല്ലെങ്കിൽ വലിയ രീതിയിൽ റോഡുകളിൽ ഗർത്തം രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആളുകളുടെ പ്രതിഷേധം, ഇതിലൊക്കെ നയിച്ച കാരണം എന്താണ്? അതിലെന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇനി അത്തരത്തിലുള്ള ഒരു അപാകത ഉണ്ടാകാതിരിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത്? വിദഗ്ധ സംഘത്തെ അടക്കം രൂപീകരിച്ചു എന്ന കാര്യങ്ങളും ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ NHAI ചൂണ്ടിക്കാട്ടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയായിരിക്കും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുക. ഇതിനോടൊപ്പം ഇനി ചിലപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘത്തെ നിയോഗിക്കുമോ? ഈ ഒരു റോഡുകളുടെ അപാകത, ഇങ്ങനെ നാഷണൽ ഹൈവേ പണിയുമ്പോൾ അതിൽ തുടരെ പരാതികൾ ഉയരുന്ന പല അപകടങ്ങളും സംഭവിക്കുന്ന സാഹചര്യത്തിൽ ഇനി കോടതിയുടെ ഭാഗത്തു നിന്നും എന്ത് നടപടിയാകും ഉണ്ടാകുക? എന്തായാലും NHAIക്ക് അടക്കം രൂക്ഷ വിമർശനം അല്ലെങ്കിൽ കരാർ കമ്പനിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അതോടൊപ്പം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അമിക്കസ് ക്യൂരിയെ നിയോഗിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘത്തെ നിയോഗിക്കുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയായിരിക്കും ഈ ഹർജി പരിഗണിക്കുക. തീർച്ചയായും നവമി തുടരുക. അനുമോദിലേക്ക് ഒരിക്കൽ കൂടി. നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാഥമികമായ വിലയിരുത്തൽ വന്നിട്ടുള്ളത് ഈ മണ്ണ് അവിടെ നിന്ന് ഇളകി മാറിയതാണ് കൂരിയാട് ഈ ഒരു പാളിച്ച സംഭവിക്കാനുള്ള കാരണമെന്നുള്ളത്. പക്ഷേ ഈ മണ്ണിന്റെ ഘടന, ആ ഭൂപ്രകൃതി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും ഇപ്പോഴായിരുന്നില്ലല്ലോ. ഇതിനു മുമ്പ് ആ നിർമ്മാണം തുടങ്ങുന്നതിനേ മുമ്പായിരുന്നല്ലോ. അവിടുത്തെ പ്രദേശവാസികളടക്കം അത് തുടക്കം മുതൽ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്ന് അവർ പറയുന്നുമുണ്ട്. ആ ഘട്ടത്തിലൊന്നും മുഖവിലേക്ക് ഈ പ്രശ്നങ്ങൾ എടുക്കാതെ പോയി. ഇപ്പോൾ എല്ലാ പ്രവൃത്തിയും അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ഈ വലിയ പ്രശ്നം നേരിടേണ്ടി വന്നത്. ഇനി ആദ്യം മുതൽ എല്ലാം പൊളിച്ചു മാറ്റി ഇപ്പോൾ പ്രദേശവാസികളുടെ ആവശ്യം പോലൊക്കെ അവിടെ ഒരു മേൽപ്പാലം, ഒരു വയഡക്റ്റ് പാലമൊക്കെ ഉണ്ടാക്കി